3 കാര്യങ്ങളിലേക്ക് നോക്കിയാൽ പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അല്ലെ, 3 കാര്യം നോക്കിയാൽ പ്രതിഫലമുണ്ട് എന്നാണ്. അതറിയോ? ഒന്ന് എന്താണ്? നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന കാര്യം പറഞ്ഞേക്ക്. ഖുർആൻ നോക്കാം, മാഷാ അല്ലാഹ്. പിന്നെ ഉമ്മയുടെ മുഖം നോക്കാം. പിന്നെ പള്ളി നോക്കാം. ഇങ്ങനെ പൂരിവെക്ക് നിറകേണ്ട പള്ളിയൊക്കെ കാണാൻ നോക്കി. ഇങ്ങനെ 3 കാര്യങ്ങള് നോക്കി വെറുതെ നോക്കിയാലെന്ന് ആ പ്രതിഫലം തരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 4ാമതൊരു കാര്യം കൂടി ഞാൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. അൻ അൽഖമ അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അന്നദറു ഇലൽ ഖാലിജ ഇബാദ, മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുന്നത് ആരാധനയാണ്. കണ്ണുരുട്ടി നോക്കലല്ലേ, പേടിപ്പിച്ച് നോക്കിയാൽ നമുക്ക് മുന്നിൽ കിട്ടുക. അത് കൊണ്ടുപോകുന്ന നരകത്തിലേക്ക്. ഒരു റഹ്മത്തിന്റെ നോട്ടം. എന്നെ പ്രസവിച്ചെന്റെ ഉപ്പയാണ്, ഞാൻ ജനിക്കാൻ കാരണം എന്റെ ഉപ്പയാണ്, എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉപ്പയാണല്ലോ എന്ന രീതിയിൽ ആ റഹ്മത്തിന്റെ നോട്ടം ഉമ്മയിലേക്ക് ഉപ്പയിലേക്ക് നോക്കിയാൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞത് അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. രണ്ടാമത്തേത് വന്നദറു ഇലൽ കഅബതി ഇബാദ, കഅബ മന്ദിരം നോക്കുന്നതും ആരാധനയാണ്, അതിനും അല്ലാഹു പ്രതിഫലം നൽകും. മൂന്നാമത് പറഞ്ഞു വന്നദറു ഫിൽ മുസ്ഹഫ് ഇബാദ, മുസ്ഹഫ് നോക്കുന്നതും പ്രതിഫലമുള്ള കാര്യമാണ്. ഓതാൻ അറിയാത്ത ആളുകൾ ഉണ്ടാകും, അറബി അക്ഷരം പഠിക്കാത്ത ആളുകൾ. വിഷമിക്കല്ലേ, നിങ്ങൾ ദുഃഖിക്കല്ല. എല്ലാവരും ഖുർആൻ എടുത്ത് തോന്നുമ്പോ ഒന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് വെറുതെ പേജ് മറിച്ചേക്ക് ഒരു അരമണിക്കൂർ ഇത്ര പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ് കയ്യിൽ കണ്ടിരിക്കല്ല, ഒന്നു ചെയ്യും. എന്നിട്ട് മുസ്ഹഫ് എടുത്ത് വെറുതെ പേജ് മറിച്ച് ചിത്രങ്ങളൊന്നും ഉണ്ടാവൂല, പാഠം വരുന്നല്ല, ചിത്രങ്ങൾ ഉണ്ടാവൂല. എന്നാലും നിങ്ങൾ നോക്കി നിൽക്കും. ഒരു അരമണിക്കൂർ പേജ് മറിച്ച് പോകുമ്പോ അതൊരു ഇബാദത്താണ്, അതൊരു ആരാധനയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് വന്നദറു ഇലാ അഖീക ഹുബ്ബൻ ലഹു ഫില്ലാഹി ഇബാദ, എന്റെ സുഹൃത്തിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിനെ നോക്കുമ്പോൾ അതിനും അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ഒരു ചങ്ങാതിയെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ഭാര്യയെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന മക്കളെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകളെ ഒന്ന് നോക്കുമ്പോൾ അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനാണിത്, സ്നേഹം വർദ്ധിക്കാനാണിത്. അല്ലാതെ ചില്ലറ കാര്യത്തിന്റെ പേരിൽ കൊലപാതകം നടത്താനല്ല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഒരാളൊരു കത്തി പിടിച്ചു പോകുമ്പോ അതിന്റെ പിടി പിടിച്ചു പോകല്ലേ, പിടി ആളുകൾക്ക് കാണുന്ന രീതിയിൽ നടക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. കത്തി, തേങ്ങ മുറിക്കാൻ കത്തിയില്ല. അപ്പോഴാണ് ഏതെങ്കിലും ഒരു താത്ത അപ്പുറം വീട്ടിൽ പോയിട്ട് കത്തിയെടുത്ത് പുറത്തു വന്നു. കത്തി പിടിയും പിടിച്ചു വരുമ്പോ കുറച്ചോനെ പെണ്ണുങ്ങൾക്ക് ഭ്രാന്തായോ? കത്തി പിടിച്ചാണല്ലോ വരവ്. ആളുകൾ പേടിച്ചു പോകും കത്തി പിടിച്ച് വരുന്നത് കാണുമ്പോ. അതുകൊണ്ട് പൊന്നു സഹോദരിമാരെ, നിങ്ങൾ കത്തിയുടെ പിടി പിടിക്കല്ല. എവിടെയാണോ മുറിക്കുന്നത് ആ ഭാഗം പിടിച്ച് പിടി ആളുകൾക്ക് കാണട്ടെ. എന്റെ അതൊരു സമാധാന സൂചകമാണ്. ഞാൻ ആക്രമിക്കാൻ പോവല്ല, ഇതിന്റെ ആവശ്യത്തിന് കൊണ്ടുപോവുകയാണ് എന്ന ആളുകൾക്ക് തെളിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പിടി ആളുകൾക്ക് കാണുന്ന രീതിയിൽ പിടിച്ചു നടക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഈ മതത്തിന്റെ അനുയായികളായി ചില്ലറ കാര്യത്തിന്റെ പേരിൽ കൊലപാതകം നടത്തുന്നത്. എത്ര കൊലപാതകങ്ങളാണ്? കൊലപാതകങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ്. ആ ഒരു വിഷയത്തിൽ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൊലപാതകങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ്. ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിൽ കൊലപാതകം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ബോധം നൽകട്ടെ. ജാതിയേരി, വടകരയിലുള്ള ജാതിയേരി എന്ന സ്ഥലത്ത് ഞാനൊരു പ്രഭാഷണത്തിന് പോയി. പ്രഭാഷണം കഴിയുമ്പോൾ തന്നെ ഏകദേശം 12:30-1 മണിയോളമായിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ വഅദ് കഴിഞ്ഞു. വേളത്ത് മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകരെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ചില അക്രമികളായ കാബാലികരുടെ ഇരുട്ടിന്റെ മറവിൽ വെച്ചുകൊണ്ടുള്ള നിഷ്ഠൂരമായ കൊലപാതകത്തിനിരയായ വേളത്തെ നസ്രുദ്ദീൻ എന്ന ചെറുപ്പക്കാരന്റെ വീട് ഞാൻ സന്ദർശിച്ചു. വിഷമം നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന, വല്ലാതെ ദുഃഖം പേറി നടക്കുന്ന ആളുകളാണ്. ആ ഒരു മരണത്തിൽ നമ്മൾക്കും വിഷമമുണ്ട്. ഞാൻ വിചാരിച്ചു ആ ഉപ്പയും ഉമ്മയൊക്കെ ആകെ ക്ഷീണിച്ച് ദുഃഖിച്ചു നിൽക്കുകയായിരിക്കും, എങ്ങനെയാണ് അവരെ ഫേസ് ചെയ്യുക എന്നതായിരുന്നു എന്റെ വിഷമം. പക്ഷേ പ്രസന്നവദനായി
പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ അവർ സ്വീകരിച്ചു. ഉപ്പാക്കും ആ ഉമ്മയ്ക്കുമുള്ള മനക്കരുത്ത് വല്ലാത്ത മനക്കരുത്താണ്. ഉപ്പ പറഞ്ഞതിനോട് നസറുദ്ദീൻ തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കാറില്ല. ചെറുപ്പക്കാരാണ്. നമ്മുടെ ജീവിതം ഏത് സമയത്താണ്, ഏത് കാബാലികന്റെ, ഏത് ഘാതകന്റെ, കൊലപാതകന്റെ, തെമ്മാടിയുടെ കടാരയ്ക്കിരയായി എന്നാണ് നിങ്ങൾ മരിച്ചു പോവുക എന്ന് പറയാൻ പറ്റൂല. ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ നോക്കുക, ആളുകളെ കൊണ്ട് മോശം പറയിപ്പിക്കില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലൂടെ ഒരു മയ്യത്ത് കടന്നുപോയി. സഹാബാക്കൾ പറഞ്ഞു, നബിയെ എന്തോരു നല്ല മയ്യത്താണത്, എന്തോരു നല്ല മനുഷ്യനാണത്. നബി പറഞ്ഞു, വജബത്ത്. സഹാബാക്കള് മിണ്ടാതിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോ വേറൊരു മയ്യത്ത് അവിടെയൂടെ കടന്നുപോയി. സഹാബാക്കൾ പറഞ്ഞു, വൃത്തികെട്ട മനുഷ്യൻ, വളരെ മോശക്കാരൻ, ആളുകളെ ദ്രോഹിച്ചിരുന്ന ആൾ. നിമിത്തങ്ങൾ പറഞ്ഞു, വജബത്ത്. സഹാബാക്കൾ ചോദിച്ചു, നബിയെ നിങ്ങൾ മിനിഞ്ഞാന്നും പറഞ്ഞു വജബത്ത്, എന്നും പറഞ്ഞു വജബത്ത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? നിമിത്തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിച്ചു, നാട്ടുകാർക്ക് പറയാനുള്ളത് അയാളെ കുറിച്ച് നന്മയാണെങ്കിൽ വജബത്ത്, അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. ഒരാൾ മരിക്കുമ്പോൾ നാട്ടുകാർക്ക് അയാളെ കുറിച്ച് നല്ല അഭിപ്രായമല്ലെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്നത് നരകമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. നസറുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നാട്ടുകാർക്ക് നല്ലതല്ലാതെ പറയാനില്ല, നല്ലതേ പറയാനുള്ളൂ. തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കാറില്ല, ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കാറില്ല. നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ദീനിന് വേണ്ടി മരിക്കുന്നതിന് എനിക്ക് പേടിയില്ല എന്ന് ചെങ്കൂട്ടത്തോട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വേണ്ടി മരിച്ചുപോയ ചെറുപ്പക്കാരൻ, ആ ഉമ്മയുടെയും ഉപ്പയുടെയും മനക്കരുത്താണ് ഞാൻ ഒത്തുപോകുന്നത്. അള്ളാഹു ആ ഉമ്മാക്കും ഉപ്പാക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, അഖബൽതും സമറത ഫുആദി, മഹാനായ അസ്രാഈൽ